സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ JNB സെലക്ഷൻ ടെസ്റ്റ് 2021 വന്ന കുറച്ച് പ്രോബ്ലംസാണ് ഇന്ന് നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടിരുന്നു. ഇനി ഇത് നിങ്ങളെ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് നോക്കിയിട്ട് ചെയ്ത് പഠിക്കണം. ഇനി പരീക്ഷയ്ക്ക് അധികം ദിവസങ്ങളില്ല, അതുകൊണ്ട് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാം. കൂടുതലായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ നമുക്ക് കൂടുതലായിട്ട് അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇഫ് ആൻ ആർട്ടിക്കിൾ ഈസ് പർച്ചേസ്ഡ് ഫോർ റുപ്പീസ് 7,500, ഒരു ആർട്ടിക്കിൾ 7,500 വാങ്ങി, ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ റുപ്പീസ് 8,400, ദെൻ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കാണാൻ SP മൈനസ് CP ആണ് പ്രോഫിറ്റ് കാണാൻ. SP നിന്ന് CP കുറയ്ക്കുക. അപ്പോൾ ഇവിടെ ആദ്യം പ്രോഫിറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ SP 8,400 മൈനസ് CP 7,500. അപ്പോൾ 8,400 7,400 മൈനസ് ചെയ്താൽ നമുക്ക് 7,500 മൈനസ് ചെയ്താൽ നമുക്ക് 900 കിട്ടും പ്രോഫിറ്റ്. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോഫിറ്റ് പെർസെൻറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റിനെ കോസ്റ്റ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ ഇതാണ് എളുപ്പം. 100 വെട്ടുന്നതിലും എളുപ്പം. 900ൻ്റെ 2 0 വെട്ടുക. ഇനി 75 100 കൂടി 25 കൊണ്ട് വെട്ടാം. 3 4. ഇനി 3 3s are 9, 4 3s are 12% ആണ് ഇത്. ഇനി കട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവർ അത് ഇൻറ്റു ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ക്രിക്കറ്റർ ഹാസ് ആൻ ആവറേജ് 28 റൺസ് ഇൻ 24 ഇന്നിങ്സ്. ആവറേജ് കാണാൻ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ 28 റൺസിൽ 24 ഇന്നിങ്സിൽ 28 റൺസ് കിട്ടി. അപ്പോൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സം ഡിവൈഡഡ് ബൈ നമ്പർ. നമുക്കിവിടെ ആവറേജ് തന്നിട്ടുണ്ട്, പിന്നെ നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സം കണ്ടുപിടിക്കണം. അപ്പോൾ സം കണ്ടുപിടിക്കാൻ ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഐറ്റംസ് വരും. ആവറേജിന് നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് സം കിട്ടും. ആവറേജ് ഇൻറ്റു നമ്പർ. ഇവിടെ ആദ്യത്തെ കേസിൽ സം എത്ര വരും? 28 ഇൻറ്റു 24. 28ഉം 24ഉം കൂടി ഇൻറ്റു ചെയ്ത് 672 കിട്ടും. 672. ഇനി സെക്കൻഡ് കേസിൽ വീണ്ടും 20 ആവറേജ് 29 കിട്ടാൻ 25th ഇന്നിങ്സിൽ ഹൗ മെനി റൺസ്, എത്ര റൺസ് എടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമ്മൾ സം കണ്ടുപിടിക്കുക. അപ്പോൾ സെക്കൻഡ് കേസിൽ S ഈസ് ഈക്വൽ ടു 29 ഇൻറ്റു 25. 29 ഇൻറ്റു 25. അപ്പോൾ 29 ഇൻറ്റു 25 725 കിട്ടും. ഈ നമ്പർ ഓഫ് റൺസ് കിട്ടാൻ നമ്പർ ഓഫ് റൺസ് ഈസ് ഈക്വൽ ടു ഇതിന് ഡിഫറൻസ് എടുത്താൽ മതി. 725 മൈനസ് 672 ഈസ് ഈക്വൽ ടു 53. അപ്പോൾ ഇത് വീണ്ടും ചെയ്ത് പഠിക്കുക. ഈ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വീണ്ടും ചെയ്തിട്ടുള്ളതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ 2 പെർപെൻഡിക്കുലർ സൈഡ്സ്, ഇത് രണ്ടാണ് പെർപെൻഡിക്കുലർ സൈഡ്, ഇതുമാണ് പെർപെൻഡിക്കുലർ സൈഡ്സ്. പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് റൈക്ടാംഗിൾ ട്രയാംഗിൾ ആർ 5 സെൻറ്റിമീറ്റർ. ഇത് ബേസ് 5 സെൻറ്റിമീറ്ററും പിന്നെ അതിൻ്റെ ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ ആൻഡ് 12 സെൻറ്റിമീറ്റർ. ദെൻ ഫൈൻഡ് ദ പെരിമീറ്ററാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 12 ഇൻറ്റു 5 വരും. ഇനി 12ഉം 2ഉം കൂടെ വെട്ടാമല്ലോ, 6 വരും. അപ്പോൾ 6 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഇത് നിങ്ങൾ 30 സെൻറ്റിമീറ്റർ വീണ്ടും ചെയ്ത് പഠിക്കണം. കാരണം നമുക്കിത് പഠിക്കാനില്ല. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്മൾ ക്വസ്റ്റ്യൻസ് അധികം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക. ആ ഇക്വേഷനും പഠിക്കുക. പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് x/25 ഈസ് ഈക്വൽ ടു 196
ബൈ എക്സ്. ദെൻ എക്സ് ഈസ് ഇവിടെ എക്സ് എന്താണ്, അപ്പം നമുക്ക് ഈ എക്സും ഈ എക്സും കൂടെ ഇൻറ്റു ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോലെ വരും. അപ്പോൾ 25 196 കൂടെ ഇൻറ്റു ചെയ്യണം. 196 ഇൻറ്റു 25. ഇപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 196 ഇൻറ്റു 25. അപ്പോൾ എക്സ് കാണാൻ ഇതിനെ റൂട്ടിലിടുക. എക്സ് ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് റൂട്ട് വരും. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 196 ഇൻറ്റു 25. 196ൻ്റെ റൂട്ട് നമ്മൾ ടേബിൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. 14 ഇൻറ്റു 14 ആണ് 196. 14 ഇൻറ്റു 14 ഇൻറ്റു 25ൻ്റെ 5 ഇൻറ്റു 5. അപ്പോൾ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം വെച്ചെടുക്കുക. അപ്പോൾ ഈസ് ഈക്വൽ ടു 14 ഇൻറ്റു 5. 14 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 70 എന്ന് വരും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എക്സിൻ്റെ വില 70 ആണ്. ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് എടുത്ത് നരിക്കും. ഇത് ചെയ്ത് ചുമ്മാ കോപ്പി അടിച്ചെടുക്കാതെ ചെയ്ത് പഠിക്കണം. എന്നാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. താങ്ക് യു.